സർ നമസ്കാരം. നമസ്കാരം. സർ, എരുമേലി അയ്യപ്പൻകാവിൽ ആകുരസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്നാണ് പ്രശ്നവത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഈ വാവരസ്വാമിയാണ് വാപുരസ്വാമി എന്നുള്ളത് ഒരു ഭാഗത്ത് പറയുന്നത്. ഇതെല്ലാം അവിടെ നിൽക്കെ തന്നെ, ഇതിൽ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം അവിടെ നിൽക്കെ തന്നെ ഈ ഒരു സമയത്ത് വാപുരസ്വാമി പ്രതിഷ്ഠയൊക്കെ വരുമ്പോൾ വാവരസ്വാമിയുടെ ആ ഒരു ഇടം, അതിന് എന്താണ് സംഭവിക്കുന്നത്? അതിനൊരു ഇടിവ് വരും. അതായത് അവിടെ ഭക്തർക്കുള്ള പ്രവേശനം അതിന് പ്രാധാന്യം കൊടുക്കാതെ, അതൊരു മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ അപ്പോഴും കഥകൾ പറയുന്നത്. പക്ഷെ ഇതിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത്, അയ്യപ്പ ഭാഗവതത്തിൽ ബാഹുരൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു, അതായത് ഭൂത ഭൂതഗണങ്ങളിൽ ഒരാളായിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് കിട്ടുകയുണ്ട്. അപ്പൊ ഇനി ഈ ഒരു കാലഘട്ടത്തിൽ മഹാപുരസ്വാമി പ്രതിഷ്ഠ വരുമ്പോൾ നമ്മുടെ മതസൗഹാർദ്ദത്തിന് മങ്ങലേൽക്കും. നമ്മുടെ നവോത്ഥാന നായകൻ ഇതിനെക്കുറിച്ച് എങ്ങനെയായിട്ട് പ്രതികരിക്കണം, അതിനെതിരെ എങ്ങനെയായിരിക്കും അതിനെ നേരിടുക? ഈ എരുമേലിയില് ഇപ്പോൾ ഇന്നലെ 2 ദിവസമായി നടന്ന ദേവപ്രശ്നത്തിന്റെ ഫലമായി വാപുര സ്വാമിയുടെ ക്ഷേത്രം പണിയണം എന്ന് തീരുമാനമായിട്ടുണ്ട്. ആ ക്ഷേത്രം പണിയാൻ 50 സെന്റ് സ്ഥലം അവിടെ ലഭ്യമായിട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വാപുര സ്വാമിയുടെ ക്ഷേത്ര നിർമ്മാണം നടക്കും എന്നുള്ള ഉറപ്പാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടായാൽ അത് കുറെ കൂടി ഊർജിതമായി നടക്കുമെന്നല്ലാതെ സർക്കാരിന് അതിനെ തടയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനെ മതസൗഹാർദ്ദവുമായി ബന്ധപ്പെടുത്തേണ്ടതിന്റെ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മതസൗഹാർദ്ദം എന്നുള്ളത് കേരളത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്, അത് ഉണ്ടാക്കി പറയുന്നതാണ്. അതായത് മതസൗഹാർദ്ദം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മള് ശബരിമല ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവിടെ ഒരു മുസ്ലിം സ്ഥാനം ഉണ്ട്. ശബരിമലയിലേക്ക് പോകുമ്പോൾ എരുമേലി ക്ഷേത്രത്തോടനുബന്ധിച്ച് അവിടെ മുസ്ലിം പള്ളിയുണ്ട്. ആ മുസ്ലിം പള്ളിയിൽ ഹിന്ദുക്കളായിട്ടുള്ള ഭക്തജനങ്ങൾ കയറുന്നുണ്ട്. എന്നാൽ ഹജ്ജിന് പോകുന്ന ഏതെങ്കിലും മുസ്ലിം എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്തി ഈ മതസൗഹാർദ്ദം പ്രകടിപ്പിക്കാറുണ്ടോ? മക്കയില് ഹിന്ദു ക്ഷേത്രം ഉണ്ടോ? അവിടെ ഹജ്ജ് കർമ്മത്തിന് ചെയ്യാൻ വേണ്ടി പോകുന്നവര് മതസൗഹാർദ്ദത്തിന് വേണ്ടി ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കയറിയേക്കാം. ശബരിമലയിൽ പോകുന്നവര് മുസ്ലിം പള്ളി കയറുന്നതല്ലേ എന്ന് കരുതാറുണ്ടോ? സമ്മതിച്ചു കൊടുക്കുവോ? ഇത് രണ്ടും ഒരുപോലെ നടന്നെങ്കിൽ മാത്രമല്ലേ മതസൗഹാർദ്ദത്തിൽ കാര്യമുള്ളൂ. അല്ലെങ്കിൽ മലയാറ്റൂർ പള്ളിയിൽ പോകുന്നവര് എന്നാൽ അവിടെ ശ്രീശങ്കരാചാര്യ സ്തൂപത്തിലോ അവിടുത്തെ ക്ഷേത്രത്തിലോ ഒന്ന് കയറി, തൊട്ടടുത്തല്ലേ, രണ്ടും കാലടിയും മലയാറ്റൂരും അടുത്തടുത്തല്ലേ, അല്ലെ മലയാറ്റൂര് ഒരു അമ്പലത്തിൽ കയറാം. അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോ മതസൗഹാർദ്ദം എന്ന് പറയുന്നതിൽ എന്ത് കഥയാ ഉള്ളത്? അല്ല സർ, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഹൈന്ദവ വിഭാഗം മുൻനിർത്തി പോരുന്ന ഒരു കാര്യമല്ല. അതായത് ഹൈന്ദവ വിഭാഗമാണ് അതിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു നറേറ്റീവിലൂടെയാണ് ഇപ്പൊ കടന്നുപോകുന്നത്. അതെ, അതെ. ഇപ്പൊ ഒരിക്കൽ NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ചങ്ങനാശ്ശേരി മുസ്ലിം പള്ളിയിലെ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ NSS ആസ്ഥാനത്തിന്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് സ്വീകരണം കൊടുക്കും. എന്നാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ആ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ ചങ്ങനാശ്ശേരി മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഇതേപോലെ സ്വീകരണം കൊടുക്കാറുണ്ടോ? അതില്ല. അപ്പോൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് വൺ സൈഡാണ്. ഹിന്ദു മുസ്ലിമിനോടും സൗഹാർദ്ദം കാണിക്കണം, ഹിന്ദു ക്രിസ്ത്യാനിയോട് സൗഹാർദ്ദം കാണിക്കണം, തിരിച്ചിങ്ങോട്ട് പാടില്ല. ഇതിനെ മതസൗഹാർദ്ദം എന്നാണോ വിളിക്കേണ്ടത്? മതസൗഹാർദ്ദം എന്നുള്ള യഥാർത്ഥ സത്ത എന്താണ് എന്നുള്ള അന്വേഷണം അവിടെ ആരംഭിക്കേണ്ടതുണ്ട്. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മതസൗഹാർദ്ദത്തെ ഇത് ബാധിക്കുകയില്ല. മതസൗഹാർദ്ദമായിട്ട് അവിടെ നിന്നോളൂ. പിന്നെ ക്ഷേത്ര നിർമ്മാണം, വാപുര സ്വാമി എന്ന് പറയുന്നത് ഭഗവാൻ അയ്യപ്പന്റെ ദ്വാരപാലകനാണ്. അതായത് ഭൂതഗണത്തിന്റെ
അധിപനാണ്. എല്ലാ ദേവീദേവന്മാർക്കും അവരുടേതായിട്ടുള്ള അംഗരക്ഷകന്മാരും ചെറിയ ഒരു സൈന്യവും സംവിധാനവും ഉണ്ട്. അങ്ങനെയാണ് ഹിന്ദു പുരാണം. അതിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഈശ്വരന്റെ അംഗരക്ഷക നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഭൂതഗണമാണ് വാപുരൻ. ഇത് കൃത്യമായി നമ്മുടെ പുരാണങ്ങളിലുണ്ട്. അപ്പൊ വാപുരൻ സ്വാമി എന്ന് പറയുന്നത് അയ്യപ്പനെ ദർശിക്കാനായിട്ട് പോകുന്ന സമയത്ത് അയ്യപ്പന്റെ അംഗരക്ഷകനായ ആളിനെയും ദർശിച്ചു വേണം ചെല്ലാൻ. ഇത് ഹിന്ദു ആരാധനാ രീതിയുടെ ഭാഗമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഏത് ശിവക്ഷേത്രത്തിൽ പോയാലും ശിവക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ, ശിവലിംഗത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അതിന് തൊട്ട് മുമ്പ് ഒരു നന്ദി വിഗ്രഹമുണ്ട്. നമ്മൾ എല്ലാവരും കാണാറുണ്ട്. കാരണം ആ നന്ദി എന്ന് പറയുന്ന കാള ശിവന്റെ വാഹനമാണ്, മാത്രമല്ല ശിവന്റെ അംഗരക്ഷകനും കൂടിയാണ്. അതുകൊണ്ട് ആ ശിവന്റെ ഭൂതഗണത്തിന്റെ ഭാഗമായിട്ടുള്ള നന്ദിയെ വന്ദിച്ചിട്ടാണ് ശിവനെ വന്ദിക്കാൻ പോവുക. ഇത് ഹിന്ദു ആരാധനാ രീതിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ഹിന്ദു ക്ഷേത്രത്തിൽ ചെന്നാലും ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങളെ കാണാം. ദേവവിഗ്രഹം കാണുന്നതിന് മുമ്പ് ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങളെ കാണാനും അവരുടെ ആ വിഗ്രഹത്തിന്റെ പാദം തൊട്ട് വന്ദിക്കാനും പറ്റുന്ന തരത്തിലാണ് അവ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഇതേ തത്വം തന്നെയാണ് ശബരിമല പൂങ്കാവനം എന്ന് പറയുന്ന 18 മലകൾ ഉൾപ്പെടുന്ന ആ ശബരിമല വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രവേശന കവാടമാണ് എരുമേലി. ആ പ്രവേശന കവാടത്തില് ഈ വാപുരസ്വാമിയുടെ ക്ഷേത്രം വരിക എന്ന് പറഞ്ഞാൽ 18 മലകൾ ഉൾപ്പെടുന്ന ശബരിമലയുടെ പൂങ്കാവനത്തിന്റെ കാവൽക്കാരൻ, ആ കാവൽക്കാരനാണ് വാപുരസ്വാമി. അതുകൊണ്ട് വാപുരസ്വാമിയെ വണങ്ങിയിട്ട് വേണം ആ 18 മലകൾ അടങ്ങുന്ന പ്രദേശത്തേക്ക് കയറാൻ. അതായത് അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് പൂങ്കാവനത്തിന് കാവൽ നിൽക്കുന്ന സംരക്ഷകനായിട്ടുള്ള വാപുരനെ വണങ്ങുക എന്ന് പറയുന്നത് ഹൈന്ദവ ധർമ്മത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഇന്നുവരെ അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഒരു വീട് ഇതുമായി സങ്കല്പത്തിൽ അവിടെ ഉണ്ട്. ആ വീട്ടിൽ പലതരങ്ങൾ പോകാറുമുണ്ട്. പക്ഷേ ആ വീടുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ കൂടുതൽ അറിയപ്പെട്ടു വന്നത് മുസ്ലിം പള്ളിയിൽ കയറുന്ന ആ ഒരു രീതിയാണ്. അതായത് ആചാരം, ഇന്നലെ ചെയ്ത ഒരബദ്ധം മർദ്ധ്യൻ ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന് കുമാരനാശാൻ പാടിയതുപോലെ പലപ്പോഴും പലയിടത്തും പറ്റിയിരിക്കുന്ന ചില അപഭ്രംശങ്ങളുണ്ട്. അതിനെ കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നുള്ളത് ഹിന്ദു സമാജത്തിന്റെ സ്വഭാവമാണ്. ഹിന്ദു സമാജത്തിൽ ഒരിക്കലും പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പരിഷ്കാരം ഒന്നും ഉണ്ടാക്കിയല്ല. ഇപ്പൊ സതി നിരോധിച്ചത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നുമല്ല. സതി നിരോധിച്ചത് രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്ന ഹിന്ദുവാണ്. അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തത്. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പാക്കിയത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമല്ല. ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പാക്കിയത് ഹിന്ദുവായിട്ടുള്ള തിരുവിതാംകൂർ മഹാരാജാവാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഹിന്ദു സമൂഹം സ്വയം പരിഷ്കരിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് പോലെ ഒരു സ്വയം പരിഷ്കരണത്തിന്റെ ഒരു നടപടിക്രമം മാത്രമാണ് എരുമേലിയിൽ 2 ദിവസമായി നടന്ന ഈ ദേവപ്രശ്നവും വാപുര സ്വാമിയുടെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള തീരുമാനവും. അതൊരിക്കലും മതസൗഹാർദ്ദത്തെ മുറിപ്പെടുത്തുന്ന കാര്യമല്ല. ഇനി ഇത് മതസൗഹാർദ്ദമാക്കി സർ, എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രത്തെ കുറിച്ച് ചിന്തിക്കുന്നു? അതായത് ഏത് കാലഘട്ടത്തിലും ഏതൊരു ക്ഷേത്രത്തെ കുറിച്ചും ചിന്തിക്കാം. 540 വർഷം തകർന്നു കിടന്നിരുന്ന അയോധ്യ ക്ഷേത്രം ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുകയും ഈ കാലഘട്ടത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തല്ലോ. അതിന് കാലം ദേശം എന്ന വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട് UAE-യിൽ, എന്തുകൊണ്ട് അമേരിക്കയിൽ, എന്തുകൊണ്ട് ബ്രിട്ടനിൽ, എന്തുകൊണ്ട് ആസ്ട്രേലിയയിൽ വലിയ ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു? എന്തുകൊണ്ട് അബുദാബിയിൽ ക്ഷേത്രം പണിയുന്നു? അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് ചെയ്യാനുള്ള അധികാരം മനുഷ്യനുണ്ട്, എല്ലാ മതവിഭാഗക്കാർക്കും ഉണ്ട്. അതാണ് ഇപ്പോൾ ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എരുമേലിയിലും സംഭവിക്കുന്നത്. അപ്പൊ സാറ് പറയുന്നത് തീർത്തും അതൊരു എന്താ പറയാ, മതസൗഹാർദ്ദം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ എനിക്ക് കിട്ടിയ കണ്ടൊരു സംഭവം, ഒരു ക്ഷേത്ര മൈതാനത്ത് ഇഫ്താർ സംഗമം, അതിനെ കുറിച്ച് ജബീൻ നേത്രൻ അവർ സംസാരിക്കുകയും ഒക്കെ ചെയ്തു.
ഇന്നിപ്പോ കണ്ടിരിക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് അതേ ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും പൂജാരി തന്ത്രി അത് തീർത്ഥമൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ സാറെ കുറച്ചും കൂടി പറഞ്ഞത് മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അത് ഒരു ഭാഗത്തേക്ക് മാത്രമാണ്, അവരുടെ സമുദായത്തിൻ്റെതായ ഒരു കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇതിപ്പോ നവോത്ഥാന നായകർ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരികയും വാവരസ്വാമി എന്നുള്ള ഒരു സങ്കല്പം അവിടെ ഉള്ളതുകൊണ്ട് ഇതിനെ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലി നമ്മുടെ സമൂഹത്തിൽ പരസ്പര സ്പർദ്ധ വർദ്ധിക്കുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. വാവരസ്വാമിയുടെ ക്ഷേത്രം ഇവിടെ വരികയും വാവരസ്വാമിയുടെ പള്ളി അപ്പുറത്തിരിക്കുകയും ചെയ്തുകൊണ്ട് ആർക്കും ഒരു വിരോധവും ഇല്ല. ഇവിടെ ഈ ക്ഷേത്രം പണി പൂർത്തിയാക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പള്ളി പൊളിച്ചു കളയണമെന്ന് ആരും പറയാൻ പോകുന്നില്ല. അതവിടെ ഇരുന്നോട്ടെ, പള്ളി അവിടെ ഇരുന്നോട്ടെ, ക്ഷേത്രം അവിടെ ഇരുന്നോട്ടെ. ഏതെങ്കിലും ഒരു മറ്റ് സ്ഥാപനം ഇല്ലാതാക്കിയിട്ടല്ല ക്ഷേത്രം വരുന്നത്. ക്ഷേത്രത്തിന് അവിടെ സ്വന്തമായി സ്ഥലമുണ്ട്, അവരവിടെ ആ ക്ഷേത്രം പണിതു എന്നല്ലാതെ നിലവിലുള്ള ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമാവുകയോ അത് നിരോധിക്കുകയോ അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയോ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. പൊതു ഹിന്ദു സമൂഹത്തിന് എന്തൊക്കെ വേണമോ അതൊക്കെ അവർക്ക് ചെയ്യാം. പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോകാം, മോസ്കിൽ പോകേണ്ടവർക്ക് മോസ്കിൽ പോകാം, ഇനി ഒരിടത്തും പോകണ്ട എന്ന് കരുതുന്നവർക്ക് അവിടെ പോകാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നു, ഞാൻ നിരീശ്വരവാദിയാണെന്നൊക്കെ പറയുന്നു, എങ്കിലും അവർക്ക് ശബരിമലയ്ക്ക് പോകാം. ഇനി പരസ്യമായിട്ട് പോകാൻ വയ്യാന്നുണ്ടെങ്കിൽ മധുരയിൽ ചെല്ലുമ്പോൾ രഹസ്യമായിട്ട് വേണേലും പോകാം. പക്ഷെ നിങ്ങളെപ്പോലെയുള്ള ചാനലുകൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ അങ്ങനെ രഹസ്യമായിട്ട് പോകാൻ പറ്റുന്നില്ല. രഹസ്യമായിട്ട് പോയത് ചാനലുകാർ പോയി പിടിച്ചു, ഇപ്പൊ പരസ്യമായി. അപ്പൊ ഇതൊക്കെ ഹിന്ദു സമൂഹത്തില് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ പേരിൽ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചാൽ തകരുന്നതല്ല ഹിന്ദുവിന്റെ മതസൗഹാർദ്ദം, അത് വിലപ്പോകാനും പോകുന്നില്ല. നന്ദി സർ.